വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരാൾ വളരെ പെട്ടെന്നൊരു ദിവസം ഭയങ്കര ഒരു ഹൈ എനർജി സ്റ്റേറ്റ് കാണിക്കാം, അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടുക്കുന്ന ഒരു ഹൈ എനർജി സ്റ്റേറ്റ്. അതിലെന്തൊക്കെ സംഭവിക്കും? അപ്പോൾ സാധാരണ ഒരു ഓട്ടോ ഡ്രൈവർക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ അയാൾ രാവിലെ തന്നെ എണീറ്റ് ഡ്രസ്സൊക്കെ ഇസ്തിരിട്ട് വളരെ സെൻ്റൊക്കെ പൂശി രാവിലെ തന്നെ പോയിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോയും കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഈ 3 മണിക്കും 4 മണിക്കൊന്നും ചിലപ്പോൾ ആരും ഉണ്ടാവില്ല ഓട്ടോ സ്റ്റാൻഡിൽ, ആരും കസ്റ്റം. അത്രയും ദിവസം അയാൾ 6 മണിക്കോ 7 മണിക്കോ 10 മണിക്കോ ആയിരിക്കും ചിലപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കാണിക്കുകയും അതിനുശേഷം പിന്നെ ആ ദിവസം മുഴുവൻ വളരെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയും സംസാരമൊക്കെ അമിതമായിട്ട് കൂടുകയും ആത്മവിശ്വാസം കൂടിയ രീതിയിൽ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ദിവസങ്ങളോളം അങ്ങനെ നീണ്ടുക്കുകയാണെങ്കിൽ അതൊരു മാനിക് സ്റ്റേറ്റ് ആവാം. ഇതേ ആൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യും? ഒന്നും ചെയ്യാതെ വീട്ടിൽ ജോലിക്ക് തന്നെ ശരിക്ക് പോവാതെ വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ, ഒരു ഡിപ്രഷൻ സ്റ്റേറ്റ് ചിലപ്പോൾ ഇയാൾക്ക് വരാം. ഇങ്ങനെ ഉന്മാദവും വിഷാദവും മാറി മാറി വരുന്നതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്നത്. സാധാരണ മൂഡ് സ്വിങ്സ് ആയിട്ട് ഇത് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയാറുള്ളൂ. ഇതിനൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഈ രോഗിക്ക് അല്ലെങ്കിൽ ഈ ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എനിക്കൊരു ഹൈ എനർജി സ്റ്റേറ്റ് ആണ്, ഞാൻ വളരെ കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ റിസ്ക് എടുത്ത് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഇപ്പോൾ വലിയ കടങ്ങളൊക്കെ വാങ്ങി ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ തുടങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ഏർലി സ്റ്റേജിൽ തന്നെ ബൈപ്പോളാർ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചികിത്സ കൊടുത്ത് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. മാത്രമല്ല വളരെ വലിയ റിസ്ക് ബിഹേവിയറിൽ നിന്ന് അവരെ രക്ഷിക്കാനും പറ്റും. വലിയ കടബാധ്യതകളൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റിസ്ക് എടുത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനും പറ്റും.